ഹായ്, നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. നിങ്ങൾ നന്നായി പഠിക്കാമെന്ന് മാത്രമേ എനിക്ക് എല്ലാ വീഡിയോയിലും പറയാനുള്ളൂ. നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്. എത്ര മാർക്ക് കിട്ടിയാലും നിങ്ങൾ ഞാൻ ശ്രമിച്ചിട്ടില്ലാത്ത രൂപം ഉണ്ടാവാത്ത നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളത്. ഒരു ചോദ്യം നോക്കുക. ഇൻ ദി ഫിഗർ, ഇതാണ് ചിത്രം തന്നിട്ടുള്ളത്. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് എ ബി. എ ബിന്റെ നീളം കാണാൻ പറയും. ഇതാണ് എ ബി. എ ബി. അപ്പൊ എ ബി ഡയാമീറ്റർ ആണ് എന്നുള്ളൊരു പോയിന്റ് ഈ ചിത്രത്തിൽ നമുക്ക് ഓടണം. കാരണം എന്താ പറയുക, സർക്കിള് ഈ ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പം എന്താണ്, ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ ഈ എ ബി ഡയാമീറ്റർ ആണ് എന്നുള്ള ഒരു പോയിന്റ് കൂടിയും ഇതിൽ നിന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എ ബിന്റെ നീളം കാണാം. അപ്പൊ എ ബിന്റെ നീളം എങ്ങനെ കാണുക? 0680, 2 പോയിന്റാണ്. ഒരു പോയിന്റ് 0 ആയാൽ എക്സോ വൈയോ, ഇവിടെ എക്സ് 0 ആണ്, വൈ ഉണ്ട്, ഇവിടെ വൈ 0 ആണ്, ഇവിടെ എക്സ് ഉണ്ട്. അപ്പം ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ റൂട്ട് കാണാം. 8² + 6² ഉണ്ടാകും ഇതിന്റെ ഡിസ്റ്റൻസ്. എന്താണ് ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയർ എടുത്ത് റൂട്ട് എടുക്കുക. ഒരു പോയിന്റ് 0 ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മൈനസ് ചെയ്തൊന്നും കളിക്കേണ്ടിയില്ല. ഡയറക്റ്റ് ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയർ എടുക്കുക, റൂട്ട് എടുക്കുക. അപ്പൊ 8² ആണ് 64 വരും, 6² 36 വരും. 64 36 കൂട്ടിയാൽ 100 വരും. 100ന്റെ റൂട്ട് 10. അപ്പോൾ ഈ ഡയാമീറ്റർ ഇതിന്റെ നീളം എ ബിന്റെ നീളം കിട്ടി, 10 കിട്ടി. ബി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി സെന്റർ. സെന്റർ എങ്ങനെ കാണാം? സെന്റർ ഓഫ് ദി സർക്കിൾ കാണാം. ഒരു 2 കോർഡിനേറ്റ്സ് തന്നാൽ അതിന്റെ മിഡ് പോയിന്റ് എങ്ങനെ കാണാൻ നിങ്ങൾക്ക് അറിയാം. ഈ 2 പോയിന്റ് കൂട്ടുക, /2. 0 ഇവിടുത്തെ എക്സും ഇവിടുത്തെ എക്സും കൂട്ടുക. 0 + 8 /2 4 എന്നാവും. പിന്നെ ഇവിടുത്തെ 6ഉം ഇവിടുത്തെ 0 വൈയും ആഡ് ചെയ്യുക. 6 + 0 /2 3 എന്നാവും. 4 3. അതായത് ഇവിടുത്തെ എക്സും ആഡ് ചെയ്തിട്ട് /2, ഇവിടുത്തെ വൈയും ആഡ് ചെയ്ത് /2 സെന്റർ കിട്ടും. മിഡ് പോയിന്റ് അല്ലെങ്കിൽ സെന്റർ എന്നൊക്കെ പറഞ്ഞാൽ ഈ രൂപത്തിലെ കാണാം. ഇനി അടുത്തൊരു ചോദ്യം ഇതിലെ റേഡിയസ് കാണാൻ. അപ്പം ഓരോ ചോദ്യവും റിലേറ്റഡ് ആയിട്ട് വരിക. ABC ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാതെ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ വരിക. അപ്പം പിന്നെ ഫസ്റ്റ് എ ബിന്റെ നീളം കണ്ടുകിട്ട്, പിന്നെ സെന്റർ ചോദിച്ചു, പിന്നെ റേഡിയസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ എ ബിന്റെ നീളം 10 ആണെങ്കിൽ അത് ഡയാമീറ്റർ ആണ് നമുക്കറിയാം. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? ഇങ്ങോട്ട് 5 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ആ രൂപത്തിലൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. എക്സിലെ ഡിഫറൻസ്, വൈയിലെ ഡിഫറൻസ് കാണുക, എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് എടുക്കുക. എന്നാൽ എക്സ് ഏതെങ്കിലും കോർഡിനേറ്റ് 0 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഡയറക്റ്റ് സ്ക്വയർ ചെയ്യുക. ഇവിടുന്ന് 6 എടുക്കുക, ഇവിടുന്ന് 8 എടുക്കുക, സ്ക്വയർ എടുക്കുക, റൂട്ട് എടുക്കുക. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക, ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.